നമസ്കാരം, ഞാൻ പാറുവിന്റെ ട്യൂഷൻ സെന്ററിൽ നിന്ന് വരുവാണേ. ആ ടീച്ചറെ ഇരി. ഈ വട്ടം പാറുവിനെ അവിടെ തന്നെ വിടണേ. നിങ്ങൾക്ക് മുട്ട ബിസിനസ് വല്ലതും ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ആ ട്യൂഷനിൽ വന്നണക്ക് എന്നും ഇവള് മുട്ടയായിട്ടാന്നല്ലോ വരുന്നത്. സോഷ്യൽ മുട്ട, മലയാളത്തിന് മുട്ട, എല്ലാത്തിനും മുട്ട. അല്ലാതെ നമ്മള് മാത്രം വിചാരിച്ചാ പോരാ, കുട്ടിയും കൂടി വിചാരിക്കണേ. അങ്ങനെ വിചാരിക്കാനാ മാസം 1000 രൂപ വീതം അങ്ങോട്ട് തന്നു വിടുന്നത്. നിങ്ങളുടെ കഴിവല്ലേ കൊച്ചിന് കിട്ടത്തുള്ളൂ, പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? ഇവിടെ കൂട്ടിന് ടീച്ചറിന്റെ കൊച്ചു കൊണ്ട് മുട്ട കിട്ടാൻ വേണ്ടി ആരെ കൂടുതൽ മുട്ട പഠിക്കുന്ന മത്സരം വരെയാണ് ഞങ്ങളുടെ ഇടയിൽ. അത് പിന്നെ അവൾക്ക് അവളുടെ അച്ഛന്റെ ബുദ്ധിയാണേ കിട്ടിയത്. അതുകൊണ്ട് മുട്ടയിൽ ഒതുങ്ങി നിൽക്കുന്നു. അല്ല, കൊച്ചിനെ എങ്ങനെ വിടുന്നുണ്ടോ? നീ മുട്ട കിട്ടത്തില്ലെന്ന് ഉറപ്പ് വരാതെ കൊച്ചിനെ നീ വിടാം. തലേദിവസം വന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചോണ്ട് പോവാങ്കിൽ അതിന് ഞാൻ ഉറപ്പ് തരാം. എന്നാ ടീച്ചറിന് കൊച്ചിന് തലേന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൊടുത്തൂടെ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ കിട്ടിയാൽ പോലും പഠിച്ച് ആൻസർ എഴുതാൻ അറിയാത്തൊരു മരം മൊണ്ണയാ അത്. തന്തയെ പോലെ തന്നെ. പാറു, നിന്റെ കാര്യത്തിൽ ഇപ്പഴാ എനിക്ക് അനുമാനം തോന്നുന്നത്. നീ അവിടെ അത്രയും മരമണ്ടയല്ലല്ലോ.